നമസ്കാരം. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഇസ്ലാമിക് ഖലീഫയുടെ കീഴിൽ വരണമെന്ന ലക്ഷ്യമുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും ജനാധിപത്യവും എല്ലാം ഇല്ലാതാക്കി മുസ്ലിങ്ങൾ മാത്രമുള്ള, അള്ളാഹു മാത്രം ആരാധിക്കപ്പെടുന്ന, അറബി മാത്രം സംസാരിക്കുന്ന, ഖുർആൻ മാത്രം പാരായണം ചെയ്യുന്ന ഒരു രാജ്യം. നടന്നത് തന്നെ എന്ന് ആരുടെയും മനസ്സിൽ തോന്നും. മുസ്ലിം ആകാൻ സന്നദ്ധതയുള്ളവർ മാത്രം ജീവിക്കുക, അല്ലാത്തവരെ തട്ടിക്കളയുക, പരമാവധി പെറ്റുകൂട്ടുക, ഇതൊക്കെയാണ് മാർഗങ്ങൾ. അസാധ്യമെന്ന് തോന്നാമെങ്കിലും കശ്മീർ നമുക്ക് മറക്കാൻ കഴിയില്ല. മറ്റുള്ള എല്ലാവർക്കും അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. മതേതര സമൂഹത്തെ അവരുടെ മതരാഷ്ട്രത്തിലേക്ക് നയിക്കാൻ എളുപ്പമാണ്. ഹിന്ദുത്വത്തെ അവർ കണ്ണും പൂട്ടി എതിർക്കുന്നതും അതുകൊണ്ടാണ്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയിൽ വലിയ കുറവ് വന്നതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന കാഴ്ച നമ്മൾ വർത്തമാനകാലത്ത് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നിരപരാധികളായ ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും ആരാധനാലയങ്ങൾ തകർക്കുകയും സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യുകയുമാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്യുന്നത്. അതേ ജമാഅത്തെ ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ LDFും UDFും. ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും ഒക്കെ അടങ്ങുന്ന ഒരു മുസ്ലിം സിൻഡിക്കേറ്റാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമായി പണ്ട് രഹസ്യബന്ധമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നവർ പരസ്യമായി സഹകരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും വോട്ടിനു വേണ്ടി ഇരു മുന്നണികളും ഇവിടെ കേരളത്തിൽ മത്സരിക്കുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മുസ്ലിം ഏകീകരണം അവർ സൃഷ്ടിച്ചു കഴിഞ്ഞു. ആരെന്തു പറയണം എന്ന് ഇനി കേരളത്തിൽ തീരുമാനിക്കുന്നത് ഈ മുസ്ലിം സിൻഡിക്കേറ്റാണ്. സാമൂഹിക നീതി ഇസ്ലാമിസ്റ്റുകൾ അപകടത്തിലാക്കുന്നതിനെക്കുറിച്ച് മുമ്പ് AK ആൻ്റണിയും BS അച്യുതാനന്ദനുമെല്ലാം സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കപ്പെട്ടു. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനും AK ബാലനും സജി ചെറിയാനുമെല്ലാം പറയാൻ ശ്രമിക്കുന്നത് അതേ വസ്തുതകൾ തന്നെയാണ്. മുഖ്യമന്ത്രി ജമാഅത്തിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നതിൻ്റെ പേരിൽ അദ്ദേഹം പ്രതിപക്ഷത്തെ വിമർശിക്കുന്നുമുണ്ട്. പക്ഷേ സജി ചെറിയാന് പ്രസ്താവന പിൻവലിച്ച് സാഷ്ടാംഗം വീണ് മാപ്പ് പറയേണ്ടി വന്നു. ജമാഅത്തെ ഇസ്ലാമി AK ബാലൻ്റെ ശബ്ദം പിന്നെ കേരളം കേട്ടിട്ട് പോലുമില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ നേതാക്കളെ ബലി കൊടുക്കേണ്ടി വന്നത്? മുസ്ലിം തീവ്രവാദത്തിനെതിരെ മിണ്ടിയാൽ പിന്നെ രാഷ്ട്രീയ വനവാസം എന്ന നിയമം കേരളത്തിലുണ്ടോ? ശബ്ദമുണ്ടാക്കിയ നേതാക്കന്മാരെ എല്ലാം പാർട്ടി സെക്രട്ടറി ഇടപെട്ട് നിശബ്ദരാക്കി കഴിഞ്ഞു. CPM നേതാവ് പാലളി മുഹമ്മദ് കുട്ടിയുടെ ഇന്നത്തെ പ്രസ്താവനയും നൽകുന്ന സൂചന ഞെട്ടിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇതിനു മുമ്പ് LDFനെയും സഹായിച്ചിട്ടുണ്ടെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ആദ്യം നിലപാടെടുത്തെങ്കിലും, അല്ലെങ്കിൽ നിലപാടെടുത്തതായി അഭിനയിച്ചെങ്കിലും CPMും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വഴങ്ങുകയാണ്. ഒരു ബഹുസ്വര സമൂഹം എന്ന നിലയിൽ ഇത് കേരളത്തിന് ഭീഷണിയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.